ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാംപ്രിയിൽ നിന്നും ദൗത്യസംഘം മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. ദൗത്യത്തിനിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയ കടുവയെ സംഘം വീണ്ടും വെടിവെച്ചിരുന്നു. സ്വയരക്ഷയ്ക്കു വേണ്ടിയാണ് വെടിയുതിർത്തതെന്ന് കോട്ടയം DFO N രാജേഷ് പറഞ്ഞു. ഒരാഴ്ചയോളം ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാംപിയിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കടുവയെ ഇന്ന് രാവിലെയാണ് ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചത്. മയക്കുവെടിയേറ്റ കടുവ ദൗത്യസംഘത്തിന് നേരെ ചാടിയതോടെ വനപാലകർ വെടിയുതിർക്കുകയായിരുന്നു. സ്വയരക്ഷയുടെ ഭാഗമായാണ് വെടിവെച്ചത്. തുടർന്ന് പ്ലാസ്റ്റിക് പടുതയിൽ പൊതിഞ്ഞ് കടുവയെ തേക്കടിയിലെത്തിച്ചു. ഇവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. സെക്കൻഡ് ആർട്ട് ചെയ്തു. സെക്കൻഡ് ആർട്ട് സക്സസ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് ആർട്ട് കടുവയ്ക്ക് കൊണ്ടു. പക്ഷെ അത് കൊണ്ട വഴി കടുവ ചാടി വന്നു. ഡോക്ടറെ നേരെയാണ് ചാടിയത്. ഡോക്ടറെ സൈഡില് മനു എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവനക്കാരനുണ്ടായിരുന്നു. ഷീൽഡും എല്ലാം പിടിച്ചിട്ട് ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ഷീൽഡും ഹെൽമെറ്റും ഉണ്ടായിരുന്നു. പക്ഷെ മനുവിന്റെ ഷീൽഡില് അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു. ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു. മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കടുവ ഡെത്ത് ആയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. അരണക്കൽ ലയത്തിനോട് ചേർന്നുള്ള വേലിക്ക് സമീപം തേയിലത്തോട്ടത്തിലാണ് ഇന്ന് കടുവയെ കണ്ടെത്തിയത്. എന്നാൽ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഇവിടെയില്ലാത്തതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് കടുവ നീങ്ങിയ ശേഷമാണ് വെടിവെച്ചത്. ഈ മാസം 10-ാം തീയതിയാണ് ഗ്രാംപിയിലെ തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ കൂട് സ്ഥാപിച്ചു. എന്നാൽ കടുവയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് മയക്കുവെടി വെക്കാൻ തീരുമാനിച്ചത്. ശനിയാഴ്ച മുതൽ ഇതിനുള്ള ശ്രമം തുടങ്ങി. കോട്ടയം DFO N രാജേഷിന്റെയും വെറ്ററിനറി സർജൻ ഡോക്ടർ അനുരാജിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. ഇന്ന് പുലർച്ചെ അരണക്കൽ എസ്റ്റേറ്റ് ലയത്തിന് സമീപമെത്തിയ കടുവ ഒരു പശുവിനെയും നായയെയും കൊലപ്പെടുത്തി. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ കടുവയെ കണ്ടെത്തുകയും മയക്കുവെടി വെക്കുകയുമായിരുന്നു. അമൃത ന്യൂസ്, ഇടുക്കി.